പ്രഥമ ഇ അഹമ്മദ് മെമ്മോറിയൽ രാഷ്ട്രനന്മ പുരസ്കാരം കോൺഗ്രസ് ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാലിന് കൈമാറി. 1 ലക്ഷം രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഫലസ്തീനികൾക്കും യാസർ അറാഫത്തിനൊപ്പം നിന്ന നേതാവായിരുന്നു ഇ അഹമ്മദ് എന്ന് കെ.സി. വേണുഗോപാൽ അനുസ്മരിച്ചു. മുസ്ലിം ലീഗ് കണ്ണൂർ ജില്ലാ കമ്മിറ്റി കീഴിലുള്ള ഇ അഹമ്മദ് ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് മുസ്ലിം ലീഗ് ദേശീയ ഉപദേശക സമിതി ചെയർമാൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾ കെ.സി. വേണുഗോപാലിന് സമ്മാനിച്ചത്. 29 തവണ ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യക്ക് വേണ്ടി സംസാരിച്ച മുൻ വിദേശകാര്യ സഹമന്ത്രി ഇ അഹമ്മദിനോട് അദ്ദേഹത്തിന്റെ മരണവേളയിൽ ചെയ്തത് ഒരിക്കലും പൊറുക്കാൻ കഴിയുന്നതല്ലെന്നും ഒരു സമൂഹത്തെ മാത്രം ലക്ഷ്യം വെച്ചിട്ടുള്ള നിയമഭേദഗതികളാണ് ഇപ്പോൾ കേന്ദ്രം കൊണ്ടുവരുന്നതെന്നും കെ.സി. വേണുഗോപാൽ പറഞ്ഞു. ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നിയമനിർമ്മാണങ്ങളാണ് പാർലമെന്റുകളിൽ സാധാരണ കാണാറുള്ളത്. പക്ഷെ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നിയമനിർമ്മാണങ്ങൾ നമ്മുടെ പാർലമെന്റിൽ കാണാൻ കഴിയാറില്ല. ജനങ്ങൾക്കെതിരായിട്ടുള്ള ടാർഗറ്റഡ് ലെജിസ്ലേഷൻ എന്ന് നമ്മൾ പറയും. ഒരു സമൂഹത്തെ അല്ലെങ്കിൽ മറ്റു സമൂഹങ്ങളെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള നിയമനിർമ്മാണങ്ങൾ നടത്തുന്ന വേദിയായിട്ട് നമ്മുടെ ഇന്ത്യൻ പാർലമെന്റ് മാറി എന്നതാണ് സത്യം. ചടങ്ങിൽ മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി.കെ. കുഞ്ഞാലിക്കുട്ടി അധ്യക്ഷത വഹിച്ചു. പാർട്ടി അഖിലേന്ത്യാ അധ്യക്ഷൻ പ്രൊഫസർ ഖാദർ മൊയ്തീൻ ഇ അഹമ്മദ് അനുസ്മരണ പ്രഭാഷണം നടത്തി. എം.പിമാരായ ഇ.ടി. മുഹമ്മദ് ബഷീർ, ഡോക്ടർ അബ്ദുസമദ് സമദാനി, പി.വി. അബ്ദുൽ വഹാബ്, അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ, കെ. നവാസ് ഖനി, സംസ്ഥാന ജനറൽ സെക്രട്ടറി പി.എം.എ. സലാം, മുനവർ അലി ശിഹാബ് തങ്ങൾ എന്നിവർ സംസാരിച്ചു. മീഡിയ 1 ഡൽഹി.